ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളുമായി ഏതെങ്കിലും വിഷയം സംസാരിക്കാൻ ഞാൻ കടന്നു വരുന്നത്. അതുകൊണ്ട് 2 മാസത്തോളം ആയി ഏതെങ്കിലും വിഷയം സംസാരിക്കാൻ സാധിച്ചിട്ട്. എന്നാൽ ഈ ഇടവേളയ്ക്ക് ശേഷം കടന്നു വരുമ്പോൾ നിങ്ങളുമായി ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ സമകാലീന ജീവിതത്തിൽ നമ്മെ ഏറെ ബാധിക്കുന്ന, ജനങ്ങളെ ഏറെ ബാധിക്കുന്ന, അലട്ടുന്ന 2 ഘടകങ്ങളുണ്ട്. ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ജനജീവിതത്തെ, നമ്മുടെ ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ്. അവ രണ്ടും ഏതാണ്ട് വെള്ളവും പാലും പോലെ ഇടകലർന്ന് കഴിയുന്ന 2 സാഹചര്യങ്ങളാണ്. അവയോടനുബന്ധമായി ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി സംസാരിക്കാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും ദൈവകൃപ ഉണ്ടാകട്ടെ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് മുൻവിധികളൊന്നുമില്ലാതെ ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ പഠിക്കുവാനും തക്കവണ്ണം നിങ്ങൾക്ക് ഏവർക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് മുമ്പുള്ള എല്ലാ വീഡിയോകളിലും നിങ്ങൾ തന്നിട്ടുള്ള സഹകരണത്തിന് ഞാൻ ദൈവസന്നിധിയിൽ ആദ്യമേ നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായും ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്ന 2 ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ ഘടകങ്ങൾ രണ്ടും ഏതാണ്ട് ഒരു ഇടകലർന്ന് കിടക്കുന്ന 2 ഘടകങ്ങളാണ്. അവ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് രാഷ്ട്രീയമാണ്, മറ്റൊന്ന് മതമാണ്. അപ്പം മതവും രാഷ്ട്രീയവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2 ഘടകങ്ങളാണ്. ഇതെങ്ങനെയാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇവയുടെ പൊരുത്തം എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യമേ നിങ്ങളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ഒരിക്കലും ഇതൊരു രാഷ്ട്രീയ പ്രസംഗമായി നിങ്ങൾക്ക് തോന്നരുത്. രാഷ്ട്രീയമല്ല. പിന്നെയോ ഈ രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം, അതിനതീതമായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു നിവർത്തികൾ ഇതിൽ കാണുവാനും ആ ദൈവവചനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് ആമുഖമായി ഇന്നത്തെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയം മാത്രമല്ല മതങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ, തീർച്ചയായും ഒരു കവി പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം എന്തെന്നുള്ളത് അറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളും അതിൻ്റെ നീതിനിഷ്ഠമായിരിക്കുന്ന ഭരണക്രമങ്ങളും എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് നാം അനുഭവിച്ചറിയുവാൻ, അതിനെക്കുറിച്ച് ആസ്വദിക്കുവാൻ, ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളുടെ ആ വിപരീതമായിരിക്കുന്ന അനുഭവങ്ങൾ എന്താണെന്ന് നാം കാണുമ്പോഴേ അതിനുള്ള വിലയുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇന്നത്തെ രാഷ്ട്രീയവും മതവും ഇടകലർന്നിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യം എന്താണെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നിങ്ങൾക്ക് അനുഭവവേദ്യമായിരിക്കുന്ന വസ്തുതകൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ ഏതായിരുന്നാലും അവയെല്ലാം മതങ്ങളുടെ പേരിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്. രാഷ്ട്രീയ കക്ഷികൾ ഏതുമായിക്കൊള്ളട്ടെ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതങ്ങളുടെ പേരിലാണ് ഇവിടെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയാണ്? വോട്ട് ബാങ്കുകളാണ് അവരുടെ ലക്ഷ്യം. ആ വോട്ട് ബാങ്കുകൾ, വിശേഷിച്ചും തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യങ്ങൾ കാലമാകുമ്പോൾ ഈ വോട്ട് ബാങ്കുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്രകാരമുള്ള മതത്തിൻ്റെ സ്വാധീനം, മതബന്ധിതമായി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. എന്തിനു വേണ്ടിയാ? അധികാരത്തിന് വേണ്ടിയാ. അപ്പോൾ വോട്ട് ബാങ്കുകളെ സ്വാധീനിച്ച് അധികാരത്തിലെത്തണം. അതാണ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ലക്ഷ്യം.
അപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ മതത്തെ ആയുധമാക്കുമ്പോൾ മതം എന്താ ചെയ്യുന്നത്? മതവും ഇതിൽ നിന്നും വിഭിന്നമല്ല. മതങ്ങൾ എല്ലാം ദൈവങ്ങളുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നവരാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാർ മതങ്ങളുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മതങ്ങൾ ദൈവങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്താ? രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം വോട്ട് ബാങ്കുകളെ സ്വാധീനിച്ച് അധികാരത്തിലെത്തുക. എന്തിനാ അധികാരത്തിലെത്തുന്നത്? അവർക്ക് ഈ ലോകത്തിന്റെ അധികാരമുണ്ടെങ്കിലേ ഈ ലോകത്തിന്റെ സമ്പാദ്യങ്ങൾ, പണം, ഈ ലോകത്തെ ധനാഗമ മാർഗമായിട്ട് അതിനെ കാണുന്നവരാ. മതങ്ങൾ എന്താ? മതങ്ങളും അത് തന്നെയാണ്. മതങ്ങൾ ദൈവങ്ങളുടെ പേരിൽ മനുഷ്യരെ വിഭാഗിച്ച് അവരെ സ്വാധീനിച്ച് തങ്ങളുടെ അടിമകളാക്കി നിർത്തുകയാണ്. എന്തിനു വേണ്ടിയാ? ഈ ഓരോ മതവിഭാഗങ്ങളിലുമുള്ള ആ വിശ്വാസ സമൂഹത്തിന്റെ എണ്ണത്തിനനുസരിച്ച ഇവിടെ മതങ്ങളുടെ വരുമാനം, അതനുസരിച്ച പുരോഹിത വർഗത്തിന്റെ ആ ജീവിത സൗഭാഗ്യങ്ങൾ, സുഖലോലുപതകൾ ഉയർത്താൻ സാധിക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ രണ്ടു കൂട്ടർക്കും ഒന്ന് തന്നെയാ ലക്ഷ്യം. അപ്പൊ ഇതിന് ഇവർ നടത്തുന്ന ചില വ്യർത്ഥമായിരിക്കുന്ന ചില ആഹ്വാനങ്ങളുണ്ട്, ചില വാഗ്ദാനങ്ങളുണ്ട്. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യമൊന്നായിരിക്കുക. പ്രസംഗിക്കുന്നതിന് പുറമെ ഒന്ന് പ്രസംഗിക്കുകയും അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരിക്കുകയും ചെയ്യുക. അപ്പൊ മതം, ഇവിടെ ഒരു മതനിരപേക്ഷ രാഷ്ട്രം വേണം, നിരപേക്ഷക സമൂഹം വേണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർ. പക്ഷെ അവർ എന്താ ചെയ്യുന്നത്? അവർ മതചിന്തകളുടെ വിഷം പുരട്ടിയ അമ്പുകളാണ് മനുഷ്യ ചിന്തകളിലേക്ക് അവർ പായിക്കുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? ഹിന്ദു എന്നും ക്രിസ്ത്യാനി എന്നും മുസ്ലിം എന്നും ഇവിടുത്തെ ജനവിഭാഗങ്ങളെ വേർതിരിക്കുകയാണ്. ഹിന്ദു ആണെങ്കിൽ അവിടെ നായർ സമൂഹം, അതുപോലെ ഈഴവ സമൂഹം, നമ്പൂരി സമൂഹം, ഇങ്ങനെ അതിനെ വീണ്ടും വിഭാഗിക്കുകയാണ്. ക്രിസ്ത്യാനികളാണെങ്കിലോ അവിടെ യാക്കോബയക്കാർ, അതിൽ തന്നെ എന്തുണ്ട്? ഓർത്തഡോക്സ് ഉണ്ട്, യാക്കോബയുണ്ട്. പിന്നെ കത്തോലിക്കരാണെങ്കിൽ അവരവിടെ റോമൻ കത്തോലിക്കരുണ്ട്, ലത്തീൻ കത്തോലിക്കരുണ്ട്, മലങ്കര കത്തോലിക്കരുണ്ട്. അവിടെയും വിഭാഗീയതകളാ സൃഷ്ടിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാം, മുസ്ലിങ്ങളാണെങ്കിലോ നമുക്കറിയാം അവിടെയും ജമായത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി, PDP, ഇങ്ങനെയുള്ള വിഭാഗങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് അപ്പൊ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താ? ഇതൊക്കെ വോട്ട് ബാങ്കുകളാക്കി മാറ്റിയ രാഷ്ട്രീയക്കാരുടെ ലക്ഷ്യം. അപ്പൊ അവിടെ ഇതിൽ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? അതാണ് ഇവർ സാഹൂതം വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ളവരുടെ വോട്ടുകൾ എവിടെ ചെന്ന് ചേരുമെന്നുള്ളതറിയാൻ പാഴൂർ പടിപ്പുരയ്ക്കൽ പോയി അവിടെ കബഡി നിരത്തുന്ന രാഷ്ട്രീയക്കാരുമുണ്ട്. എങ്ങനെയുള്ള ആ രാഷ്ട്രീയക്കാർ. അപ്പൊ എന്നാൽ ഇങ്ങനെ മതത്തിന്റെ പേരിൽ, മതവും ഇത് തന്നെയല്ലേ, ഇവരെന്താ ചെയ്യുന്നത്? തങ്ങളുടെ മതസമൂഹത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ള അവസരമുണ്ട്. അവർ വാഗ്ദാനം ചെയ്യുന്നത് എന്താ? രണ്ടു കൂട്ടരും വാഗ്ദാനം ചെയ്യുന്നത് ഒരേ സ്വഭാവത്തിലാണ്. ഇപ്പൊ രാഷ്ട്രീയക്കാരെന്താ വാഗ്ദാനം ചെയ്യുന്നത്? ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ നിങ്ങൾക്ക് ഞങ്ങൾ വരും, എല്ലാം ശരിയാക്കും, അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കാം എന്നുള്ളതാണ് അവരുടെ വാഗ്ദാനം. അപ്പൊ മതത്തിന്റെയും വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എന്താണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്? ഞങ്ങളുടെ സഭകളിലാണെങ്കിൽ, ഞങ്ങളുടെ സഭയിലെ അംഗമാണെങ്കിൽ, ഞങ്ങളുടെ കൂദാശകളും ഞങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമാണ് നിങ്ങൾക്ക് വാഗ്ദാനം. രാഷ്ട്രീയക്കാർ ഈ ഭൂമിയിൽ സ്വർഗം അവര് വാഗ്ദാനം ചെയ്യുമ്പോൾ മതങ്ങൾ ഈ ഭൂമിക്ക് അപ്പുറം മറ്റൊരു ലോകത്ത് സ്വർഗം വാഗ്ദാനം ചെയ്യുക. ഇങ്ങനെ മനുഷ്യരെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരാ. നോക്കുക, ഇങ്ങനെയുള്ള ചിന്താഗതിയിൽ അപ്പോൾ എന്താ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്?
ഇവിടെ മനുഷ്യരുടെ അവസ്ഥ ഇന്ന് എന്താണ്? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ. ആ ജനവിഭാഗങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ അവർ ഏത് മതവിഭാഗത്തിലുള്ളവരാണെങ്കിലും അവിടെയെല്ലാം അവിടെ മതത്തിന്റെ പേരിൽ അവരുടെ ദുരിതത്തിനോ അവർക്ക് ദുരിതത്തിന് ലഭിക്കുന്ന ആശ്വാസത്തിനോ മതത്തിന്റെ പേരിൽ കണക്ക് പറയുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്രയോ ദുരന്തങ്ങൾ ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ എത്രയോ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നു. ഇവയെല്ലാം അതിനൊക്കെ മതത്തിന്റെ പരിവേഷം കൊടുക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. അപ്പൊ ഇവിടെ ജനങ്ങളുടെ പരാധീനതകൾ എന്താണ്, ജനങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യം എന്താണെന്നുള്ളത് കണ്ടെത്തി അവിടെ മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. അപ്പൊ മനുഷ്യർ അവർ ഏതു മതസ്ഥരായിരുന്നാലും അവരെല്ലാവരും മനുഷ്യരാണ്. ഇപ്പൊ ദുരിതങ്ങൾ അനുഭവിക്കുന്നവൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യരുടെ ദുരിതങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്നുള്ള ചിന്ത അതില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മനുഷ്യരെ ഒരു പരിധിവരെ അവരെ വിഡ്ഢികളാക്കുന്ന സ്വഭാവത്തിലുള്ള ചിന്താഗതികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുക. ഇവിടെ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്ര ദുരിതങ്ങളാണ്. അപ്പൊ ഇവിടെ അടുത്ത കാലത്ത് നമ്മുടെ സംസ്ഥാനത്തെ ദാരിദ്ര്യ വിമോചന സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് ദാരിദ്ര്യം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എച്ചിൽ പാത്രങ്ങളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്നൊക്കെ കൊണ്ട് തള്ളുന്ന എച്ചിൽ കൂനകൾക്കുള്ളിൽ തെരുവ് നായ്ക്കളുമായി ഗുസ്തി പിടിക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയ ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിതിയാണ് നാം കാണുന്നത്. അപ്പൊ എത്രയോ മനുഷ്യർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഇവിടെ അരവയർ പോലും നിറയ്ക്കാൻ കഴിയാത്തവരായി ഇവിടെ ഈ ലോകത്തും ഈ സംസ്ഥാനത്തും രാജ്യത്തും ജീവിക്കുന്നു. ഇവിടുത്തെ ദാരിദ്ര്യം, ഇവിടെ ഒരു ദരിദ്ര ജനതയില്ല എന്നത് കാണിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രധാനമന്ത്രിമാരോ പ്രസിഡന്റുമാരോ ഒക്കെ വരുമ്പോഴേ അവിടെയെല്ലാം വലിയ ഷീറ്റ് കെട്ടി ചേരികൾ മറച്ചു നിർത്തി ഇവിടെ ഒരു സ്വർഗരാജ്യമാണെന്ന് കാണിക്കാൻ തത്രപ്പെടുന്ന ഭരണകൂടങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരു തലചായ്ക്കാൻ, ഒന്ന് കയറിക്കിടക്കാൻ, എത്ര വലിയ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒന്ന് കയറിക്കിടന്ന് തലചായ്ക്കാനും ഇടമില്ലാത്ത, ഒരു ചെറിയ കൂനയില്ലാത്ത എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെ ദരിദ്ര നാരായണന്മാരായിരിക്കുന്നവരുടെ വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കോ ഇന്നത്തെ മത മേലധികാരികൾക്കോ സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇവിടുത്തെ മത മേലധികാരികളും രാഷ്ട്രീയക്കാരും ഈ കാര്യത്തിൽ ഒരുപോലെ തന്നെയാണ്. നമ്മൾ നോക്കുക, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവർ എല്ലാ സുഖലോലുപതയിലും ജീവിക്കുന്നവരാ. നമ്മുടെ ആരോഗ്യ മേഖലയെ നോക്കുക. ആ ആരോഗ്യ മേഖലയിൽ ചെന്നാൽ ഇന്ന് ഒരു രോഗം, ഇന്നത്തെ രീതിയിലുള്ള ഒരു രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് വലിയ ഭയപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ കുടുംബ സ്വത്തുകൾ മുഴുവൻ വിറ്റാലും ചികിത്സിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ അഭയം തേടാൻ കഴിയാത്തവർ ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രികളിലോ മെഡിക്കൽ കോളേജിലോ ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള അവരുടെ അവസ്ഥ എന്താ? ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കാഷ്വാലിറ്റിയിൽ പോലും എന്താണ്, ഒരു ബെഡിൽ 3-4 തീവ്ര പരിചരണം ആവശ്യമുള്ള രോഗികൾ കിടക്കുകയാണ്. അപ്പൊ ഒരു രോഗിക്ക് സമാധാനമായി കിടക്കാൻ, ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിയുന്ന ഒരു രോഗി നിലത്ത് ഒരു ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ ആരോഗ്യസ്ഥിതിക്കുള്ളത്. അതേസമയം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെന്താ, ഒരു ജലദോഷം വന്നാൽ അവർ വിദേശ രാജ്യങ്ങളിലെ വൈദ്യസഹായത്തിന് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കുന്നവരാ.
അതിന് ഗവൺമെന്റ് നമ്മളുടെ നികുതിപ്പണം എടുത്ത് ഇപ്രകാരം ധൂർത്തടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മത നേതാക്കന്മാരും ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല. ഞാൻ പറഞ്ഞു, ഒരു കേറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത അനേകം ഇടവക അംഗങ്ങളുള്ള ഒരു സഭയിൽ അവിടുത്തെ പുരോഹിതനോ ബിഷപ്പിനോ പാർക്കാനുള്ള അരമനകൾ, കോടികൾ മുടക്കി അരമനകൾ പണിയുകയും അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ, കോടികളുടെ ആരാധനാലയങ്ങൾ പണിത് തങ്ങളുടെ സമ്പത്തിന്റെ ആ ഹുങ്ക് കാണിക്കുകയും ചെയ്യുന്ന മത മേലധ്യക്ഷന്മാര് അവർക്കൊന്ന് സഞ്ചരിക്കണമെങ്കിൽ മെഴ്സിഡസ് ബെൻസോ അതുപോലെയുള്ള വില കൂടിയ വാഹനങ്ങൾ വേണം അവർക്ക് സഞ്ചരിക്കാൻ. അപ്പൊ അതേസമയം അവരുടെ ഇടവകയിലുള്ള ഇടവക അംഗങ്ങളിൽ എത്രയോ പേർ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരായി കഴിയുന്നു. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സമൂഹം ഇന്ന് മയക്കുമരുന്നുകളുടെ, മദ്യത്തിന്റെ ഒക്കെ പൂർണ്ണമായ പിടിയിൽ അമർന്നു കഴിഞ്ഞിരിക്കുകയല്ലേ? നമ്മുടെ യുവതലമുറ ഏതവസ്ഥയിലെത്തിയിരിക്കുന്നു? ഇവിടെ മാതാപിതാക്കളെ ബഹുമാനിക്കാതെ, ഇവിടെ അധ്യാപകരെയും ഗുരുഭൂതരെയും ബഹുമാനിക്കാതെ, ഇവിടെ മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ട് നിത്യേന കൊലപാതകങ്ങളും പീഡനങ്ങളും നടത്തുന്ന ഒരു സമൂഹമായി മാറിയില്ലേ? തൊഴിലില്ലായ്മ ഇത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു തീരാ ശാപമായി തീർന്നിരിക്കുകയല്ലേ? നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥിതി എന്ന് പറയുന്നത് എത്രയോ പരിതാപകരമായിരിക്കുന്ന ഒന്നാണ്. നീതിന്യായ വ്യവസ്ഥിതി എന്ന് ഇവിടെ മനുഷ്യർക്ക് നീതിയും ന്യായവും നടത്തേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് അവരിന്ന് അനീതിയുടെ മഹാശൃംഗത്തിലെത്തിയിരിക്കുകയല്ലേ? നിരപരാധികളെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നിരപരാധികളെ കള്ളക്കേസുകളിൽ കുടുക്കി അവരെ ജീവപര്യന്തമോ ആയുഷ്കാലം മുഴുവനോ ജയിലിലടയ്ക്കുവാൻ തക്കവണ്ണമുള്ള വകുപ്പുകൾ ചാർത്തി അവരുടെ പേരിൽ നടപടികൾ എടുക്കുന്ന ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അതേ പോലീസ് മേധാവികൾ തന്നെ ഇവിടെ കള്ളക്കടത്തിനും അതുപോലെയുള്ള അതുപോലെയുള്ള അനീതികൾക്കും കൂട്ടുനിൽക്കുന്ന പോലീസ് മേധാവികൾ. അവർ അങ്ങനെ കാണിക്കുന്നുവെങ്കിൽ അവർ ഭരണപക്ഷത്തിന്റെ ഇഷ്ടദാനങ്ങളാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പദവികൾ, അവർ എത്രയോ സമൂഹത്തിലെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ഉന്നതമായിരിക്കുന്ന പദവികൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സമൂഹം അപ്പൊ ഇവിടെ വീണ്ടും ഞാൻ ഞാനിത് പറഞ്ഞു, ഇത് സമൂഹത്തിന്റെ ചിത്രം കാണിക്കാൻ വേണ്ടിയാണ്. ഇതിനെന്താ പരിഹാരം? അതിന് പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതിലേക്ക് നമുക്ക് ചിന്തിക്കാം. തീർച്ചയായും അതിനു മുമ്പ് നമുക്ക് രാഷ്ട്രീയക്കാരും ഈ പറഞ്ഞ മതവും തമ്മിലുള്ള പൊരുത്തം മറ്റും പല കാര്യങ്ങളിലും ഇനിയും കിടക്കുകയാണ്. എന്താ രാഷ്ട്രീയക്കാരെന്താ പറയുന്നത്? അവർ പറയും, ഒരു കാലത്ത് എന്ന് പറഞ്ഞു, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടി പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് അന്നത്തെ തൊഴിലാളി വർഗത്തിന് ആവേശം പകർന്ന, അതുപോലെ തന്നെ ഒരു നേരത്തെ അല്ലെങ്കിൽ രണ്ടു നേരത്തെ ആഹാരം കഴിക്കാൻ വകയുള്ള ഒരുവൻ നാട്ടിലുണ്ടെങ്കിൽ അവനെ ബൂർഷ്വ എന്നുള്ള ആ ചാപ്പ കുത്തി ഒരുപക്ഷെ അവന്റെ തല വെട്ടാനും അവന്റെ വസ്തുവകൾ കയ്യേറാനും ശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തീർച്ചയായും ഒരു കാലത്ത് ഇവിടെ ദാസവേല ചെയ്തിരുന്ന വർഗങ്ങൾക്ക് ഇവിടെ ഒരു മോചനത്തിന്റെ പാത ഒരുക്കിയവരാ അവര്. ആ കാര്യത്തിലുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ഇന്ന് അവരുടെ നേതാക്കന്മാരെല്ലാം, ഞാൻ പറഞ്ഞില്ലേ, ഒരു നേരത്തെയോ രണ്ടു നേരത്തെയോ ആഹാരം കഴിക്കാൻ വകയുള്ളവർ, അവര് ബൂർഷകളായി മുദ്രകുത്തിയവരായി ഇവര്. എന്നാൽ ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ കോടികളുടെ ആസ്തിയുള്ളവരല്ലേ? ശതകോടീശ്വരന്മാരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവര് പാടിയ പാട്ടെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഏതാ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് പാടിയവരാ. അപ്പൊ അത്രയും അങ്ങനെയൊക്കെ. അതുപോലെ തന്നെയാ മതങ്ങൾ എന്താ പാടുന്നത്? ഇന്നത്തെ നമ്മുടെ പല മതവിഭാഗങ്ങളിലും, പ്രത്യേകിച്ചും നമ്മുടെ ഈ നവീകരണ സഭകളിലൊക്കെ കേൾക്കുന്നൊരു പാട്ടുണ്ട്. ഈ ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പരത്തിലേക്കുയരാൻ
നാൾ വരവായി. ഇഹത്തിലെ ദുരിതങ്ങൾ തീർന്ന് നാം പരത്തിലേക്ക് ഉയരാനുള്ള നാൾ വരവായി എന്നാ പറയുന്നത്. അപ്പൊ ഇഹത്തിലെ ദുരിതങ്ങൾ തീർന്നിട്ട് നാം മറ്റൊരു ലോകത്തേക്ക്, ഞാൻ പറഞ്ഞ സ്വർഗമാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത്. ഈ സ്വർഗത്തിലേക്ക് പോകാനുള്ള നാൾ വരവായി എന്ന അവർ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയവും മതവും തമ്മിലുള്ള വലിയൊരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇവിടെ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് നിന്നുണ്ടായി ഇവിടെ രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന ഫണ്ടുകൾ പോലും എന്ത് ചെയ്യുന്നു, അവയൊക്കെ കൊള്ളയടിച്ച് നേതാക്കന്മാരുടെ പോക്കറ്റിലാക്കുന്നു. അങ്ങനെ പോക്കറ്റിലാക്കുന്ന നേതാക്കന്മാർ അവർ ഉയർന്ന പാർട്ടിയുടെ പദവികളിലേക്ക് അവർ ഉയർത്തപ്പെടുന്നു. എന്നാൽ അങ്ങനെയൊരു കൊള്ള ചൂണ്ടിക്കാണിക്കുന്നവൻ എന്താ, അവൻ പാർട്ടിക്ക് പുറത്താ, അവനെ പുറത്താക്കി പിണ്ടം വയ്ക്കുകയാ. ഇത് തന്നെയല്ലേ നമുക്ക് മതത്തിലും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരു കന്യാസ്ത്രീ പറഞ്ഞു, എന്നെ ഒരു ബിഷപ്പ് പീഡിപ്പിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞ കന്യാസ്ത്രീ, അതുപോലെ അത് പറഞ്ഞിട്ടുള്ള കന്യാസ്ത്രീകളെല്ലാം എന്തായി, മഠത്തിന് പുറത്തായി അവര്. എന്നാൽ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ബിഷപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അവരെന്തായി, അവര് വിശുദ്ധന്മാരായി തീർന്നു. അപ്പൊ പീഡിപ്പിക്കുന്നവർക്ക് ഇവിടെ എന്തുണ്ട്, ഇവിടെ നിലനിൽപ്പുണ്ട്. പീഡിതർക്ക് ഇവിടെ ആശ്രയം ഇല്ല. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ ഗതിയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നോക്കുക, ഈ ലോകത്തിന്റെ അധികാരം, ഇപ്പൊ ഈ ലോകത്തിന്റെ അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പണിപ്പെടുന്നത്. ഇത് തന്നെയല്ലേ ഇന്നത്തെ മതങ്ങളും ചെയ്യുന്നത്. എന്താ, ഞങ്ങളുടെ സമൂഹത്തിൽ നിന്നും ഞങ്ങൾക്കൊരു MLA വേണം. ഈ അടുത്ത ദിവസം നടത്തിയ ഒരു പെന്തക്കോസ് പാസ്റ്ററുടെ പ്രസംഗമുണ്ട്. കുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്ത് പെന്തക്കോസുകാരുടെ ആസ്ഥാന സ്ഥലമാണ് കുമ്പനാട്. അവിടെ ഒരു പാസ്റ്റർ നടത്തിയൊരു പ്രസംഗമുണ്ട്. അവിടെ എന്താ പറഞ്ഞേ, നമ്മുടെ ഇടയിൽ നിന്നും എന്തു വേണം, നമ്മുടെ ഇടയിൽ നിന്നൊരു MLA ഉണ്ടാകണം. മറ്റു ചില രാഷ്ട്രീയ മത കക്ഷികൾ പറഞ്ഞു, ഞങ്ങളുടെ മതത്തിൽ നിന്നും ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്നും ഇവിടെ MLA ഉണ്ടാകണം, മന്ത്രി ഉണ്ടാകണം, മുഖ്യമന്ത്രി പോലും ഞങ്ങളുടേതായിരിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് എന്താ, ഇവിടെ മതങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഇഹത്തിലെ ദുരിതങ്ങളൊക്കെ തീരാറായി, നാം പരത്തിലേക്ക് ഉയരാനുള്ള കാലമായി എന്ന് പാടുന്നവർ, ഈ ലോകത്തിലെ അധികാരത്തിനു വേണ്ടി ഇവർ കാത്തിരിക്കുന്നത് കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ അവനോടൊപ്പം പറന്നു പോകാൻ കാത്തിരിക്കുന്നവരാ. എന്നാൽ അവര് ഈ ആയുസ്സിൽ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലെ അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടുന്നവരാ, അതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുന്നവരാ ഇവിടുത്തെ മതങ്ങളെല്ലാം, മത നേതാക്കന്മാരെല്ലാം. എത്രയോ ദുഃഖകരമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ മതത്തിന്റെ ആ പിടിപാടിനുള്ളിൽ മതം അധികാരത്തിനു വേണ്ടി, ഞാൻ പറയുന്നത് ഈ അധികാരത്തിനു വേണ്ടി മതങ്ങൾ കടിപിടി കൂടുമ്പോൾ അതിനകത്തൊത്തിരി വൈരുദ്ധ്യമുണ്ട്. കാരണം പരത്തിലേക്ക് ഉയരാൻ കാലമായി എന്ന് പാടുന്ന ഈ മതങ്ങളെല്ലാം, ഇവിടുത്തെ പാസ്റ്റർമാരും വിശ്വാസികളും അവരെന്താണ് പറയുന്നത്, ഇപ്പൊ ഇവിടെ മരിച്ചാൽ അടുത്ത നിമിഷം എന്താവും, അവൻ കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയാണ്. ഈ അടുത്ത ദിവസം ഇവിടെ ഒരു അപകടം, എൻ്റെ വീടിനടുത്തൊരു അപകടം ഉണ്ടായി. അവിടെ ഗൾഫിൽ നിന്ന് മടങ്ങി വന്ന ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വന്ന ഒരു പ്രിയ സുഹൃത്തല്ല, ഒരു മാന്യ വ്യക്തി, അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ മരിക്കുകയാണ്. അതിന് കൊടുത്ത വാർത്ത ഇങ്ങനെയാ, പ്രിയ ദൈവദാസൻ കർത്തൃസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു, മാറ്റപ്പെട്ടു, അവൻ നിത്യതയിലേക്ക് പ്രവേശിച്ചു എന്നാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ മരിച്ചാൽ അടുത്ത നിമിഷം നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരാ ഈ ലോകത്തിലെ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്, ഈ ലോകത്തിലെ ഭരണകൂടങ്ങളിൽ പങ്കാളികളാകാൻ വേണ്ടി അധ്വാനിക്കുന്നത് അവരാ, അതിനുവേണ്ടി പടവെട്ടുന്നവരാ ഇവര്. അപ്പൊ നോക്കിയ അവരുടെ പ്രസംഗവും അവരുടെ വിശ്വാസവും തമ്മിൽ എന്തു ബന്ധമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിൽ നാം മനസ്സിലാക്കുക, ഇത് ഇന്ന് നാം കാണുന്ന ഈ സാഹചര്യങ്ങൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ, ഇപ്പൊ പലർക്കും തോന്നാം ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാ
യുക്തി ചിന്തകന്മാരായിരിക്കുന്നവർ. അപ്പൊ ഇവിടെ ഒരു കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യുക്തിയേന്തി മനുഷ്യന്റെ ചിന്തശക്തി ഖനിച്ചതിൽ ലഭിച്ചതല്ലാതില്ലൊന്നും ലോകവിജ്ഞാന ശാഖയിൽ എന്നാ പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാ. ഇതാ, യുക്തിയേന്തി മനുഷ്യന്റെ ചിത്തശക്തി ഖനിച്ചതിൽ. ഇപ്പൊ യുക്തിയുടെ പേരിൽ മനുഷ്യന്റെ ചിത്തശക്തി നശിപ്പിച്ചിരിക്കുക. അവരുടെ ചിന്താശേഷി അവർ നശിപ്പിച്ചു. അതല്ലാതെ ലഭിച്ചതിൽ അതല്ലാതെ ഒന്നുമില്ലെന്ന് ലോകവിജ്ഞാന ശാഖയിൽ, ഇതല്ലാതെ ഒന്നുമില്ല. നമ്മളുടെ ചിന്താശേഷിയെ മരവിപ്പിക്കാൻ മാത്രമേ ഈ യുക്തിവാദികൾക്ക് സാധിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം, ഞാൻ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നോക്കുക. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. നോക്കുക, ഇന്ന് നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തെ, ഈ സാമൂഹ്യ അവസ്ഥയെ എത്ര കൃത്യമായിട്ട് ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഏതാണ്ട് 60 രചിക്കപ്പെട്ട ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നാം നോക്കുക. മനുഷ്യർ സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരായവർ, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ. എത്ര കൃത്യമായിട്ടാ അപ്പോസ്തലൻ! ഈ ഒരൊറ്റ കാര്യം മതിയല്ലോ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ പ്രവചനം എന്ന് തന്നെ പറയാം. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളെ എത്ര കൃത്യമായി അതിൻ്റെ രേഖാചിത്രം വരച്ചു നൽകിയിരിക്കുക അപ്പോസ്തലൻ. ഇതുകൊണ്ടാ പറയും, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിനും നാം. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അപ്പൊ ഭൂതം ഭാവി വർത്തമാനമെല്ലാം കൃത്യമായി അറിയുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ അവന്റെ കൈകളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും, അന്ത്യകാലത്തിന്റെ ഒരു ചിത്രമാണ് നൽകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിരിക്കുക. നാം നോക്കുക, ഇന്നത്തെ ഓരോ സാഹചര്യങ്ങളും ഇതല്ലേ, ഈ ഒരു അനുഭവങ്ങളല്ലേ ഓരോ വ്യക്തികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ സ്നേഹത്തിന്റെ അഭാവമുണ്ട്. ഇപ്പൊ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്ന കുറേയേറെ ഭാഗങ്ങൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അതിനു മുമ്പ് ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞത്, ഇങ്ങനൊരു ജീവിത സാഹചര്യത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് എന്താണ് നമുക്കൊരു പ്രത്യാശയുള്ളത്? ഏതെങ്കിലും ഈ ഒരു സാഹചര്യത്തിന് എന്നെങ്കിലും ഒരു വിരാമം ഉണ്ടാകുമോ? ഇതിനൊരു പരിഹാരമുണ്ടോ? തീർച്ചയായും അതിനൊരു പരിഹാരമുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ പ്രിയ സഹോദരങ്ങൾ ഏറെയും അവർ ദൈവത്തിന്റെ വചനത്തെ മാറ്റിവെച്ചു. അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്ത് ചെയ്തു? അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, അവർ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നു. അങ്ങനെയുള്ളവർ അവരെന്ത് ചെയ്യുന്നു? അവർ വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, വാത്സല്യമില്ലാത്തവർ, ഇങ്ങനെയൊക്കെ ആയിത്തീരുകയാണ്. അതുകൊണ്ട്
ദൈവവചനത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടി ജീവിക്കുകയും അവർ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം എടുത്തു പറയുകയും ചെയ്യും. ഞാൻ പറയുന്നു, ഇങ്ങനെയുള്ള ഈ ലോകത്തിന്റെ ആധിപത്യം അല്ലെങ്കിൽ ഭരണ പങ്കാളികളാകാൻ ശ്രമിക്കുന്നവർ അവർ എന്താ ദൈവരാജ്യത്തിന് വേണ്ടി അവരെന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, ക്രിസ്ത്യാനികളുടെ എല്ലാം പ്രാർത്ഥനയുടെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയുമില്ല. എങ്ങനെയാ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഇത് ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണം എന്നുള്ളതാ ക്രിസ്തു പഠിപ്പിച്ചത്. അത് വരുമെന്നുള്ളതാ. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമെന്നുള്ളതാ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകത്തെവിടെയും പോയി രാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. അപ്പൊ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കാനാ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ അയച്ചത്. പത്രോസ് പറഞ്ഞു, എന്തു പറഞ്ഞു? നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ അനീതി നിറഞ്ഞ ഈ അധികാരങ്ങൾക്ക്, ഈ ഭൂമി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ മനുഷ്യവർഗ സമൂഹത്തെയാ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആകാശം എന്ന് പറയുന്ന ഇവിടുത്തെ അധികാരവർഗത്തെയാണ്. അപ്പൊ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പൊ ഇതുവരെയുള്ള ഈ ആകാശ ഭൂമികളെല്ലാം അനീതി വസിക്കുന്നതാണ്. അതാണല്ലോ നാം കാണുന്നത്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നാം രാവിലെ പത്രമെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ TV തുറന്ന് ന്യൂസ് ഒന്ന് വെച്ചാൽ കാണുന്നത് എന്താ? അനീതിയുടെ വലിയ ഘോഷയാത്രയാണ് കാണുന്നത്. അപ്പൊ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കാൻ പഠിപ്പിച്ച ആ അരുമനാഥൻ അല്ലെങ്കിൽ ക്രിസ്തു പറഞ്ഞു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ അരുമനാഥന്റെ വാക്കുകൾക്ക് അവര് പുല്ല് വില കൽപ്പിക്കുന്നില്ല. എന്നിട്ട് ഈ ലോകത്തിന്റെ അധികാരം കൈയാളാൻ വേണ്ടി അവർ പാഞ്ഞു നടക്കുക. ഇവിടുത്തെ മതങ്ങൾ, വിശേഷിച്ചും ക്രിസ്തീയ മതങ്ങൾ, എത്രയോ ദാരുണമായിരിക്കുന്ന ഒരനുഭവമാണ്. ഇനി ഇതിനകത്ത് മറ്റൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതാ എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പൊ ഈ ദൈവരാജ്യം ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും ഈ രാജ്യത്തിന് വരുന്ന മാറ്റങ്ങളെന്ന് വേദപുസ്തകവും മറ്റു ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറയുക. എന്താ ഇതിന്റെ വൈരുദ്ധ്യം? ഇവരെന്ത് കാത്തിരിക്കുന്നു? ഇവര് ദൈവത്തിന്റെ രാജ്യം, കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് അവനോടൊപ്പം അവന്റെ മണവാട്ടികളായി പറന്നു പോകാൻ ചിറകും മുളപ്പിച്ചിരിക്കുന്നവരാ ഇവര്. പക്ഷെ അവര് എന്ത് ചെയ്യുന്നു? അവർക്ക് അതിനു മുമ്പ് തന്നെ ഈ ലോകത്തിന്റെ അധികാരം അവർക്ക് വേണം. അതിനാണ് അവര് പരിശ്രമിക്കുന്നത്. അതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? നോക്കുക. ഇനി മറ്റൊന്ന്, നീതി വസിക്കുന്ന ആ ആകാശ ഭൂമികൾ ഇവിടെ സ്ഥാപിക്കപ്പെടും എന്നുള്ളത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, അല്ല നീ മരിച്ചാൽ വിശുദ്ധനാണെങ്കിൽ അടുത്ത നിമിഷം സ്വർഗത്തിലേക്ക് നിന്നെ മാറ്റുമെന്ന് പഠിപ്പിക്കുന്നു. ഇതെന്തൊരു വൈരുദ്ധ്യമാണ്! പിന്നെ എന്തിനാ ക്രിസ്തു പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എന്തിനാ? ഓർമ്മ, അടുത്ത നിമിഷം ഇവിടെ രക്ഷിക്കപ്പെട്ട് വിശുദ്ധനായി ജീവിക്കുന്നവർ അടുത്ത നിമിഷം സ്വർഗത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണെങ്കിൽ പിന്നെ ക്രിസ്തുവിന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നത് എന്തിനാ? ഇപ്പൊ ഇവിടെ വിശുദ്ധിയുടെ മാർഗത്തിൽ ജീവിക്കുന്നവരെ എല്ലാവരെയും സ്വർഗത്തിലേക്ക് മാറ്റുന്നു എന്നുള്ള ഇവിടുത്തെ ക്രിസ്തീയ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അവൻ നിത്യായുഷ്മാനായി ഈ ഭൂമിയിൽ വാഴാൻ വേണ്ടിയാ, ജീവിക്കാൻ വേണ്ടിയാ. ഈ ഭൂമി തന്നെ സൃഷ്ടിച്ചത് എന്തിനാ? മനുഷ്യന്റെ സ്ഥിരവാസത്തിന് വേണ്ടി നിർമ്മിച്ചതാ ദൈവം ഈ ഭൂമി. അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ ജനിച്ച മനുഷ്യനെ അവനെ ആത്മജീവിയാക്കി മാറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് ദൈവം തീരുമാനിച്ചു എന്ന് പറയുന്നതിനകത്ത് വലിയൊരു യുക്തിഭംഗമില്ലേ? വലിയൊരു അതിനകത്ത് എന്തർത്ഥമുള്ളേ? ഇപ്പൊ ഇവിടെ കൊള്ളാവുന്ന മനുഷ്യരെ മുഴുവൻ സ്വർഗത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ടോ
കൊള്ളരുതാത്തവരെ മുഴുവൻ ഈ ഭൂമിയിൽ ബാക്കി വെക്കുന്നു. പിന്നെ എന്തിനാ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ വരുന്നത്? നാം ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഈ ഭൂമിയുടെ അധിപതിയായി നിത്യായുഷ്മാനായി ജീവിക്കാനാ സൃഷ്ടിച്ചത്. എന്നാൽ അവൻ കാലാന്തരത്തിൽ അവൻ മരണം വഴി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പരലോകത്തേക്ക് മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം നമുക്ക് വലിയൊരു അനുഗ്രഹമായി ഉള്ളതല്ലേ? അപ്പൊ ആദാം പാപം ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ എക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ക്രിസ്തു വന്നിട്ട് കുറച്ചുപേർക്ക് ഇവിടെ വിശുദ്ധിയുടെ വഴി കാണിച്ചു കൊടുത്തു. എന്ത് നേടാനാ? ഇവിടെ വിശുദ്ധിയിൽ കുറെ പേര് ജീവിച്ചു, അവരെ സ്വർഗത്തിലേക്ക് മാറ്റിയിട്ട് ദൈവത്തിന് എന്ത് ചെയ്യാനാ? അപ്പൊ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്നാ ക്രിസ്തു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്തിനു വേണ്ടിയാ? ഇവിടെ അബ്രഹാമിനോട് പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്, നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ ഭൂഗോത്രങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ നിശ്ചയമാണ് എന്നുള്ളതല്ലാതെ ഇന്നത്തെ രാഷ്ട്രീയക്കാർ കാണുന്നത് പോലെ ഇത് മതത്തെ വിഭാഗിച്ചുകൊണ്ട് ദുരിതങ്ങൾ വരുമ്പോൾ അവർ മനുഷ്യൻ എന്നുള്ള ആ പരിഗണന മാറ്റിവെച്ചുകൊണ്ട് അവൻ ഏത് ജാതിക്കാരനാണെന്ന് ചിന്തിക്കുന്നവനല്ല ദൈവം. ദൈവം പറഞ്ഞു, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന ക്രിസ്തുവിന്റെ ജനന സമയത്ത് പറഞ്ഞത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുക, ദൈവം ഒരുവൻ സകല മനുഷ്യരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. അപ്പൊ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. അവിടെ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ അക്രൈസ്തവനെന്നോ ഒരു വ്യത്യാസമില്ല. നോക്കുക, ഇവിടെയാണ് ദൈവത്തിന്റെ വചനം എത്ര ശ്രേഷ്ഠകരമാണെന്ന് നാം കാണുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരും മതങ്ങളുമെല്ലാം മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ അവരെ വകതിരിക്കുകയും അവർക്ക് വേണ്ട റിസർവേഷൻസ് കരുതുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു വകഭേദമില്ല. സകല മനുഷ്യരും ഇവിടെ ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ചു ഇന്ന് ജീവിക്കുന്നവരും സകലരും ഒരൊറ്റ ആദി പിതാവിന്റെ സന്തതികളാണ്. ആദാമും ഹൗവയും എന്ന ആദി മാതാപിതാക്കളുടെ മക്കളാണ്. അവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അവരെ എല്ലാവരെയും ജീവനിലേക്ക് കൊണ്ടുവരണം, രക്ഷയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടി അതാ പറഞ്ഞ അബ്രഹാമിനോട് പറഞ്ഞത്, നിന്റെ സന്തതി മുഖാന്തരം ഭൂഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ആ ഭൂഗോത്രങ്ങളെ അനുഗ്രഹിക്കുവാനുള്ള അബ്രഹാമ്യ സന്തതിയെയാണ് ഈ കാലഘട്ടത്തിൽ ദൈവം വേർതിരിക്കുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ അങ്ങനെയുള്ളവരെ അവര് ക്രിസ്തുവിന് വേണ്ടി അവർ ജീവിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോകാനാ. ഇവിടെ നല്ലവരായി കുറെ കാലം ജീവിച്ചു കഴിഞ്ഞാൽ അവരെയെല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം ഉണ്ടാകാനാ? എന്നാൽ അവർ ഈ ഭൂമിയിൽ മറ്റുള്ളവരെ ജീവനിലേക്ക് വഴി നടത്താൻ അവർ ദൈവത്തിന്റെ ഉപകരണമായി മാറുമെങ്കിൽ അതാണ് ദൈവം ഇവിടെ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. അതിനുവേണ്ടിയാ ദൈവം ഇവരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ മതങ്ങളെല്ലാം, വിശേഷിച്ചും ക്രിസ്തീയ മതങ്ങൾ, വിശുദ്ധ ദൈവ വചനത്തിനോ ദൈവത്തിന്റെ പദ്ധതികൾക്കോ വിരുദ്ധമായി ചിന്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാ. അപ്പൊ ദൈവത്തിന് ഇവിടുന്ന് കുറെ മനുഷ്യരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി മാത്രമേ അവിടെ ആത്മജീവികൾ ഉണ്ടാവൂ. ദൈവത്തിന് എത്രയോ ആത്മജീവികളെ ദൈവം ഇതിനോടകം സ്വർഗത്തിൽ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള ആത്മജീവികൾ അവിടെ ഉണ്ട്. ഇനി ഇവിടെ കുറെ കാലം ഇവിടെ ജീവിച്ചതിന് ശേഷം അവരെ സ്വർഗത്തിലേക്ക് മാറ്റിയിട്ട് ദൈവത്തിന് എന്തു പ്രയോജനം? അപ്പൊ ഇവിടെ ഇനി ഞാൻ പറയുന്നു, ഒരു രാജ്യം ഏതാനും യെശയ്യാ പ്രവചനം നമ്മോട് പറയുന്ന 1-2 ഭാഗങ്ങളുണ്ട്. എന്താ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താ, ഈ സാഹചര്യം എന്താ, അതിനൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതിനൊരു മാറ്റം വരും അതാ നമ്മുടെ പ്രത്യാശ. ഈ ലോകം ഇന്ന് സമാധാനമില്ലാതെ പോവുകയാണ്. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും നമുക്കറിയാം, ഈ അടുത്ത ദിവസം സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്ത ഒരു കോടീശ്വരൻ, കോടീശ്വരൻ എന്തായി? കാരണം എത്ര കോടികൾ ഉണ്ടായിട്ടെന്താ പ്രയോജനം? സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഭാവിയെ കുറിച്ചൊരു പ്രത്യാശയില്ല.
എന്നാൽ ദൈവത്തിന്റെ ലക്ഷ്യം അതല്ല. നമുക്ക് ഉള്ള പ്രത്യാശ എന്ന് പറയുന്നത് ഇവിടെ യെശയ്യാ പ്രവചനം 32-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്: ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അനീതി നിറഞ്ഞ ഈ ഭരണത്തിന് പകരം മറ്റൊരു ഭരണം ഇവിടെ ഉടലെടുക്കും, യാതൊരു സംശയവുമില്ല. അതിനുള്ള കാലൊച്ചകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാ. ഇവിടുത്തെ എല്ലാ ദുരാചാരങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് അവയൊക്കെ അതൊക്കെ വെളിച്ചത്തിൽ എന്ന പോലെ വന്ന് അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുന്ന നാളുകളിലാണ് നാം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായില്ലേ, കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ആരാധനാ മൂർത്തിയാണ് മറിയ. ആ മറിയയുടെ രക്ഷാകർത്തൃത്വം എന്നുള്ളത് പോപ്പ് നിരോധിച്ചു. ഇന്നത്തെ ന്യൂസിൽ നാം കാണുന്നത് എന്താ? ഏതാണ്ട് 12ഓളം ആരാധനകൾക്ക് അതിന് മാറ്റങ്ങൾ വരണം, കുർബാന തന്നെ അനുഷ്ഠിക്കുന്ന സ്വഭാവത്തിന് മാറ്റം വരണം എന്ന് പോപ്പ് പ്രഖ്യാപിച്ചു. ആ പോപ്പിനോട് പടവെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ പോപ്പിനോട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചുകൊണ്ട് പല കർദിനാളന്മാരും രാജിവെച്ചു എന്നാ കാണുന്നത്. നാം നോക്കുക, ഇവിടെ ദൈവത്തിന്റെ കാലം, സമയം, അന്ത്യകാലം അടുത്തിരിക്കുന്നു. ഇവിടെ പറയാ, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തുമെന്നാ പറയുന്നത്. അപ്പൊ ഇന്ന് അനീതിയുള്ള ഈ ഭരണ സംവിധാനം മാറ്റിയിട്ട് പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അന്ന് എന്താവും? ഓരോരുത്തൻ കാറ്റിനൊരു മറവും പിസറിനൊരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്തൊരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. നാം തിമോത്തിയോസിന്റെ ലേഖനത്തിൽ വായിച്ച സാഹചര്യത്തിന് വിരുദ്ധമായിട്ടാ അവിടെ നാം കാണുന്നത് സ്വാർത്ഥ തൽപരരായിരിക്കുന്ന, ദ്രവ്യാഗ്രഹികളായിരിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ചിത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിൽ എന്തായിരിക്കുമെന്ന്? ഓരോരുത്തൻ കാറ്റിനൊരു മറവും പിശറിന് ഒരു സങ്കേതവും. പിശർ എന്നുള്ളത് കൊടുങ്കാറ്റെന്നാണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം ഉണ്ടാകുന്ന അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ അവർ പരസ്പരം അവർക്ക് സഹായമായിരിക്കും എന്നുള്ളതാ അവിടെ കാണുന്നത്. പിന്നെ വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്തൊരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണിനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും. അവിവേകികളുടെ ഹൃദയം പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷനെ ഇനി ഉത്തമനെന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. ഇതൊക്കെയാ ഇന്ന് നടക്കുന്നത്. ഇന്ന് ഭോഷന്മാരാ ഉത്തമന്മാര്, ആഭാസന്മാരാ ഇന്ന് മഹാത്മാക്കളായിരിക്കുന്നവർ. അത് ഇന്നത്തെ രാഷ്ട്രീയ അധികാരത്തിന്റെ അല്ലെങ്കിൽ മേലധികാരികളുടെ അവരുടെ വോട്ട് ബലത്തിൽ ഇവയൊക്കെ അവരുടെ കൂട്ടത്തിലുള്ള ആഭാസന്മാരൊക്കെ മഹാത്മാക്കളാകും. അവരുടെ കൂട്ടത്തിലുള്ള ഭോഷന്മാരൊക്കെ എന്തായിത്തീരും? അവരൊക്കെ ഇന്ന് ഉത്തമന്മാരാ. പക്ഷേ ദൈവത്തിന്റെ രാജ്യത്തിൽ അങ്ങനെ ആയിരിക്കയില്ല. ഇനി യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും വിശപ്പുള്ളവരെ പട്ടിണിയിട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കുന്നു. കണ്ടോ? അപ്പൊ വിശപ്പുള്ളവന് പട്ടിണിയിടുകയാ. എന്തിനു വേണ്ടിയുള്ള വിശപ്പാ? അപ്പത്തിനായുള്ള വിശപ്പില്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല. നിന്റെ വചനത്തെ കേൾക്കേണ്ടതിനുള്ള വിശപ്പും ദാഹവും അയക്കണമെന്നാ പ്രവാചകൻ പറയുന്നത്. അപ്പൊ ഇന്ന് യഥാർത്ഥമായി എന്താ? അവർക്ക് അവരുടെ ജീവന് വേണ്ടിയുള്ള യഥാർത്ഥ വെള്ളം, ജീവജലത്തിന്റെ നദി അവർക്കില്ല. ഇവിടെയെല്ലാം 25 പറയും, അന്ന് ഞാൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞ് 25-ാം അധ്യായത്തിൽ പറയുക, ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. കണ്ടോ? മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. ഇന്നത്തെ മേലധികാരികളെല്ലാം വിശപ്പുള്ളവരെ പട്ടിണിക്കിടുകയാണ്. അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് എന്താ? കലങ്ങിയ വെള്ളമാണ് അവർക്ക് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ
ദുരുപദേശങ്ങളുടെ കലക്ക വെള്ളമാ അവരെ കുടിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ എന്തുണ്ടാകും? അന്ന് ഈ പർവ്വതം എന്നുള്ളത് അധികാരത്തെയാ, ഒരു ഗവൺമെന്റിനെയാ കാണിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ഭരണകൂടത്തിന് കീഴിൽ അന്ന് സകല ജാതികൾക്കും, അവിടെ ഒരു ജാതി വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ മുമ്പിൽ നാം എല്ലാവരും സമന്മാരാ, ഒരു പിതാവിന്റെ മക്കളാ, നാം ദൈവത്തിന്റെ സൃഷ്ടിയാ. അവിടെ വർണ്ണവർഗ ഭേദമൊന്നുമില്ല. എന്നാൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടു നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടുമുള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും ഈ പർവ്വതത്തിൽ അവൻ നശിപ്പിച്ചു കളയും. അതാണ് ദൈവത്തിന്റെ രാജ്യം. അപ്പൊ ഇന്ന് നാം കാണുന്ന എല്ലാ അനീതികൾക്കും ഒരു അന്തം കുറിച്ചുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം, നീതി വസിക്കുന്ന പുതിയ ആകാശഭൂമികൾ ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങൾക്കും എല്ലാ ദുർഗതികൾക്കും ഒരു അന്തം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യെശയ്യാ തന്നെ 35 പറയാ, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കാലം നമുക്ക് നമ്മുടെ മുമ്പിൽ സമാഗതമാകുന്നു. ആ ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ, ആ രാജ്യത്തിന് കൊള്ളാവുന്നവരായി നമ്മളെ തന്നെ തീർത്തെടുക്കാൻ, നമ്മുടെ സ്വഭാവം അതാണ് ഏറ്റവും ആവശ്യം. അത് മാറ്റിയെടുക്കാൻ ക്രിസ്താനുരൂപമായ സ്വഭാവം, എല്ലാ ദുരുപദേശങ്ങളും അന്ധവിശ്വാസങ്ങളും നാം ദൂരെ മാറ്റിക്കൊണ്ട്, ഇന്ന് വേണ്ടത് ഇന്ന് ആൾക്കാര് ചിന്തിക്കുന്നത് അവർക്കുള്ള എന്താ വേണ്ട, സഭയുടെ പാരമ്പര്യങ്ങളാണ്. ആ എല്ലാ പാരമ്പര്യങ്ങളും അഴിഞ്ഞു പോകുന്ന കാലത്തേക്ക് നാം സമീപിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി വിശുദ്ധ വേദപുസ്തകം പഠിക്കാനും ചിന്തിക്കാനും, ആ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുവാനും, ആ രാജ്യത്തിൽ അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും തീർച്ചയായും ദൈവത്തിന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവവചനത്തിന്റെ നടത്തിപ്പുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്യങ്ങൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു.